ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് കടലാസ് ചെടി നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാനും ഞാൻ അതിന് കൊടുത്ത 2 വളങ്ങളിലെ കാണാതെ പൂക്കാൻ കൊടുത്ത 2 വളങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഏതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാനാണ് കേട്ടോ. അതെല്ലാം നിങ്ങളെ ചെടിയിലൊന്നും ഫ്ലവർ വന്നിട്ടില്ലെങ്കിൽ ഈ വളം നിങ്ങൾ കൊടുത്ത് നോക്കൂ, ഉറപ്പായിട്ടും ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലവറാണല്ലേ. പല കളറിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് കേട്ടോ. അപ്പം ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ ഞാൻ അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തളിരിലകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ നുള്ളി കളഞ്ഞു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 20 കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ഫ്ലവർ വന്ന് തുടങ്ങി. അതിന് മുമ്പ് ഞാൻ വളങ്ങൾ കൊടുത്തായിരുന്നു, അപ്പോഴാണ് ഇത്രയും ഫ്ലവർ വന്നത് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇലകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയും ഫ്ലവർ വന്ന് തുടങ്ങും കേട്ടോ. വൈറ്റ് കളറൊക്കെ നല്ല ബുഷിയായിട്ട് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ പല കളറിലായിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന കാണാം, നല്ല രസമാണ്. ഇത് 2 കളറിലുള്ള കടലാസ് ചെടിയാണ് കേട്ടോ. അതിൻ്റെ ഇലയും ഒരു നല്ല ഭംഗിയാണ്. വെരിഗേറ്റഡ് ലീഫാണ് അതിൻ്റെ ഇത്. ഇതും 2 കളറാണ്. അന്ന് ഇതിൻ്റെ പേര് ഐസ്ക്രീം പിങ്കെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വാങ്ങിച്ചപ്പം. അപ്പോൾ ഇങ്ങനെ നീളനായിട്ട് പോകുന്ന കമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ബുഷിയായിട്ട് വരും. ഞാൻ കൊടുത്ത വളങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ മുട്ടത്തോട് ശേഖരിച്ച് വെച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിയിട്ടൊന്ന് പൊടിച്ച് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ ഉണക്ക ചാണകപ്പൊടി അതും കൂടി എടുത്ത് പിന്നെ ഇതുപോലെ ബയോ ഫുഡ് എന്ന് പറഞ്ഞത് ഒരെണ്ണം, അത് പല വളങ്ങളെല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ. 8 വളങ്ങളെന്തോ ചേർന്ന് മണ്ണിര കമ്പോസ്റ്റ്, കൊക്കോപ്പിറ്റ്, അങ്ങനെ പല 8 ഐറ്റം വളം കൂടെ ചേർന്നതാണ്. 100 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ അത് ചെടിക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഈ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തത്. കടലാസ് ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. സൈഡിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു എല്ലാ ഇതും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് ഇത് വാങ്ങിയത്. ഇത് വാങ്ങി ഞാൻ ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായി. ഇത് ചെയ്യേണ്ടത്, ഇത് 13-27 ഗ്രീൻ കെയർ എന്നുള്ളൊരു മരുന്നാണ് കേട്ടോ, ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് 1 സ്പൂണ് 5 ലിറ്റർ വെള്ളത്തിൽ ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 1 സ്പൂണ് നല്ല മെച്യൂറായിട്ടുള്ള ചെടിയിൽ 5 ലിറ്റർ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പകുതി, 1 സ്പൂണിൻ്റെ പകുതി എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ ഞാൻ സ്പ്രേ ഒന്ന് പൂക്കാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇല മാത്രം നിൽക്കുന്ന ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഫ്ലവർ ഉണ്ടായി കിട്ടും. ഇതൊക്കെ എൻ്റെ കുറച്ച് ചെടിയുടെ കളക്ഷനാണ് കേട്ടോ. ഇതൊരു നല്ല റോസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോസാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്